ഗൈസ്, ഈ മലബാർ സൈഡിലുള്ള ആൾക്കാർക്ക് അക്ഷരസ്ഫുടത തീരെയില്ല. ഫോർ എക്സാമ്പിൾ, അവർ ഈ പഠിക്കാനുള്ളതിന് പഠിച്ചാന്നാ പറയുന്നത്. പഠിച്ചാനോ? പിന്നെ സ്കൂളിനെ സ്കൂള്, ഇതിന്റെ ഫ്രണ്ടിൽ ഈ എവിടെ നിന്ന് കേറി വന്നെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് മാത്രല്ല മയ പുയ. ഗൈസ്, മയ പുയ അല്ല, മഴ പുഴ അങ്ങനെ വേണം പറയാൻ. നിങ്ങൾ മലബാർ സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? അതോ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതാണോ? മലബാർ എന്ന് പറയുന്നത് മലപ്പുറത്തിന്റെ ഇരട്ടപ്പേരല്ലോ. ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. മലബാർ എന്ന് പറയുമ്പോ 3-4 ജില്ലകൾ കൂടിയിട്ടുള്ളൊരു ഇതാണ്. ഇത് മലപ്പുറം ഈ സംസാരിച്ചത് മലപ്പുറത്തിന്റെ കുറച്ച് സൈഡിലുള്ള ഒരു ഭാഷയാണ്. സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അത് കണ്ടുകാണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോ ഇത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. മലപ്പുറത്ത് ഇതുപോലത്തെ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇംഗ്ലീഷും ഏത് ഭാഷകളും കൈകാര്യം ചെയ്യേണ്ട ആളുകളുള്ള നാടാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഏത് ആളുകളെ ഉൾക്കൊള്ളുന്ന നാടാണ് മലപ്പുറം എന്ന് പറയുന്നത്. എല്ലാരെയും ഉൾക്കൊള്ളാൻ എല്ലാത്തിനെയും ഇതിനും കഴിയുന്ന നാടാണ്. മലയാളത്തിന്റെ ഉറവിടം മലപ്പുറത്തു നിന്നാണ്. അതേതൊക്കെ മനസ്സിലാക്കി. പിന്നെ ഈ സംസാരിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പൂർവികർ പല സ്ഥലങ്ങളിലും പല ഇതിലും സംസാരിച്ചു പോന്നിരുന്ന ഭാഷ സംസാര രീതികളാണത്. അത് ഇപ്പൊ ഒരു ബുദ്ധൻ ഉണ്ടായി നിർത്തിയിട്ട് ഞങ്ങൾക്കാണ് അതിനെ തള്ളി പറയാനോ ഞങ്ങൾക്കത് തിരുത്താക്കാനോ കഴിയില്ല. അങ്ങനത്തെ പാരമ്പര്യം ഞങ്ങൾക്കില്ല. 10 ബുദ്ധൻ ഉണ്ടാകുമ്പോണ്ടല്ലോ ഈ തന്തനെ അടക്കം മാറ്റി പറയുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി ഞങ്ങൾക്കില്ല എന്നർത്ഥം. ലൂസിഫറിൽ മോഹൻലാല് പറഞ്ഞ മാതിരി തന്റെ തന്തയല്ല ഞങ്ങളെ തന്ത.